നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും സത്യനന്ദിക്കാടും ഒരുമിച്ച ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാടിന്റെ മകൻ ദീപു സത്യനാണ് ഇതിന്റെ കഥയൊരുക്കിയിരിക്കുന്നത്. തിരക്കഥ സോനു പി.ടി. ഈ സിനിമയുടെ പേരിന് യോജിക്കുന്ന തരത്തിലുള്ള നല്ലൊരു കഥയാണ് ദീപു സത്യൻ ഇതിൻ്റെ അകത്ത് ഒരുക്കിയിരിക്കുന്നത്. അത് സോനു പി.ടി. ഡീസൻ്റ് ആയിട്ട് തിരക്കഥയും രചിച്ചിട്ടുണ്ട്. സത്യനന്ദിക്കാട് നല്ലൊരു ഭംഗിയായി സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് ഫാമിലി മൊത്തം വന്ന് കാണാൻ പറ്റുന്ന, ഹൃദയത്തിൽ തൊടുന്ന ഒരു നല്ല കൊച്ച് ഫീൽ ഗുഡ് സിനിമ. അങ്ങനെ ആണ് എനിക്ക് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ഈ സിനിമ പറയാൻ തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടപ്പെട്ടു. പടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഭയങ്കരമായ ഒരു പടമൊന്നുമല്ല, ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നുമില്ല. സിമ്പിളായിട്ട് തുടങ്ങി അങ്ങ് ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ അങ്ങ് ഒഴുകി ക്ലൈമാക്സ് വരെ എത്തി നമുക്ക് ശാന്തമായിട്ട് കണ്ടിരിക്കാവുന്ന, നമ്മൾ ഒരുപാട് അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ സീറ്റഡ്ജഡായിട്ട് ഒന്നും ഇരുന്ന് കാണണ്ട, വളരെ ശാന്തമായിട്ടിരുന്ന് കണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി മനസ്സ് നിറഞ്ഞിറങ്ങാൻ പറ്റുന്ന ഒരു നല്ല ഹൃദയത്തിൽ തൊടുന്ന നല്ലൊരു ചന്തമുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഹൃദയപൂർവ്വം പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് മെയിനായിട്ടും നമ്മുടെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ്. ലാലേട്ടനെ ഈ സിനിമയ്ക്കകത്ത് ആദ്യം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. രണ്ടാമത് നമ്മുടെ അമൽ ഡേവിസ്, സന്ദീപ് പ്രതാപ്, അവൻ്റെ ആ ക്യാരക്ടർ, പ്രത്യേകിച്ച് ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രസമായിരുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു കോമഡികളല്ല, പക്ഷെ ഈ സിനിമയെ നിലനിർത്തുന്നത് ആ ക്യാരക്ടറാണ്. സന്ദീപ് എന്ന് പറഞ്ഞ അവൻ ചെയ്ത ആ ക്യാരക്ടറാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ നമ്മളെ പിടിച്ചിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ നല്ല സ്ക്രീൻ പ്രസൻസും. മാളവിക മോഹനനാണ് ഇതിന്റെ മെയിൻ നായിക. ആ ക്യാരക്ടർ മാളവിക മോഹനൻ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. മാളവിക മോഹന് നല്ല സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നായികയായിട്ട് വന്നത് നമ്മുടെ സംഗീതയാണ്, പഴയ നടി. അവരുടെ ക്യാരക്ടറും നല്ലതായിരുന്നു. പിന്നെ ലാലേട്ടനും സന്ദീപിനെയും പോലെ തന്നെ പെർഫോമൻസ് നമ്മളെ ഈ സിനിമയിൽ മൊത്തത്തിൽ പിടിച്ചിരുത്തിയ ഒരു ക്യാരക്ടറാണ് സിദ്ദിഖിക്ക ചെയ്തത്. സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ നല്ല രസമായിരുന്നു. ആ ഹ്യൂമറൊക്കെ നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. കോമഡി എന്ന് പറയുമ്പം ഭയങ്കരമായിട്ടുള്ള പൊട്ടിച്ചിരിക്കുന്ന തരത്തിലുള്ള കോമഡികളല്ല, നൈസ് കോമഡികളാണ്. അത് ചിലതൊക്കെ നല്ല നൈസായിരുന്നു, ചിലത് ഇച്ചിരി പാളിപ്പോയി, എങ്കിലും അത് വലിയ വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. സിനിമ കഥ തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ അവിടെയുള്ള ചെറിയൊരു ലാഗുണ്ട്, പക്ഷെ അത് ഫീൽ ചെയ്യാത്ത തരത്തിൽ സത്യനന്ദിക്കാട് മേക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇറക്കിയ ഒരു പടത്തിന്റെ പരാജയത്തിന് ശേഷം സത്യനന്ദിക്കാട് നല്ല തിരിച്ചുവരവാണ് വന്നിരിക്കുന്നത്. അഭിനേതാക്കളുടെ പെർഫോമൻസിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് അനു മൂത്തേടത്തിന്റെ ക്യാമറയാണ്. നല്ല രസ്യൻ ഫ്രെയിമിംഗ് ആയിരുന്നു. ഓരോ സീനും പ്ലേസ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് ഓഫ് ഫ്രെയിം നല്ല രസമായിരുന്നു. കണ്ണിന് നല്ല ഫീല് തരുന്ന തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള ഷൂട്ടുകളായിരുന്നു സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ. അത് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടാക്കി. അതുപോലെ തന്നെ ജസ്റ്റിൻ പ്രഭാകരൻ്റെ നൈസായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ടുള്ളതല്ല, പക്ഷേ ഈ സിനിമയുടെ മൂഡിന് ചേരുന്നതനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള പ്രത്യേകിച്ച് ചില പിയാനോ നോട്ട്സുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ശരിക്കും ഒരു ഫീൽ ഗുഡ് തരുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. അതുപോലെ തന്നെ കെ രാജഗോപാലിന്റെ എഡിറ്റിംഗ് നൈസായിരുന്നു. ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ വരുന്നത് നമ്മൾ അറിയുന്ന പോലുമില്ല, അത്രയ്ക്ക് നൈസായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആയിരുന്നു. പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട പടമല്ല, സിമ്പിൾ ഒരു പടമാണ്, സിമ്പിൾ ഒരു കഥയാണ്. പക്ഷെ ആ കഥ നല്ലൊരു കഥയാണ്. നല്ല ആ പേര് പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും തൊടുന്ന തരത്തിലുള്ള നല്ലൊരു കഥയാണ്. ആ കഥ പയ്യെ ഒരു സ്ലോ പോലെയാണ് പടം മൊത്തത്തിൽ പോകുന്നത്, പക്ഷെ അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ആദ്യം മുതൽ അവസാനം വരെ ആർക്കും ഒരു കുറ്റവും പറയാത്ത തരത്തിൽ നല്ല വെടിപ്പായിട്ട് ലാലേട്ടനെ സത്യനന്ദിക്കാട് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആ ഒരു കോമഡിയും ഇന്നസെൻസും ഇമോഷൻസും ഒക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ലാലേട്ടൻ്റെ സ്റ്റേജിൽ കയറിയൊരു പ്രസംഗമുണ്ട്, അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ ഉള്ളിലെ നടനെ നല്ല രീതിയിൽ പുറത്തെടുത്തൊരു സീനാണ്. ഫാമിലി ഓഡിയൻസിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു നല്ല കൊച്ചു ചിത്രമാണ് ഹൃദയപൂർവ്വം. ഹൃദയത്തിൽ തൊടുന്ന ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.